ഇഷാനെ നോക്ക്, നോക്കിത്, നോക്ക് ഇവിടെ നോക്ക്. ആ, ഇഷാനും ഞാനും പ്രിയയും കൂടെ ഇന്നലെ 2 ദിവസമായി. പിന്നെ ഞങ്ങളിപ്പം ചോഴിയക്കോടാണുള്ളത്, എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ. 2 ദിവസമായി വന്നിട്ട്. ഇവിടെ ഒരു അമ്പലത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയി പൊങ്കാലയെല്ലാം ഇട്ടു. നല്ല മഴയായിരുന്നു. ഇന്നിപ്പം രാവിലെ നമ്മൾ ചക്ക വെട്ടാൻ പോവുകയാണ്. ചക്ക നോക്കി ഷാനെ, ചക്ക വെട്ടി അതിനെ ഇളക്കി കറി വെച്ച് തിന്നും അല്ലേ ഷാനെ? വേണ്ട, ചക്ക വെട്ടുന്നുണ്ടോ അമ്മമ്മ? ചക്ക വെട്ടുന്നുണ്ടോ? അങ്ങനെ ചക്ക വൃത്തിയാക്കാൻ ആൾ കൂടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചക്കക്കുരു എടുക്കണം, അതിൻ്റെ ചവിണി എടുക്കണം, എന്നിട്ട് വൃത്തിയാക്കി അരിഞ്ഞ് കറി വയ്ക്കും. അതിനകം വെച്ച് ഏതാണ്ട് പകുതി നമ്മൾ തിന്നും. എനിക്ക് വയറ് വിത്ത്. ചൂലൊക്കെ ഇരിക്കണം എൻ്റെ ബാക്കിൽ. കുഴപ്പമില്ല, ചൂല് വേണമല്ലോ അല്ലേടി? ചക്കക്കുരു വേറെ, ചവിണി വേറെ. നമ്മളിവിടെയൊക്കെ ചവിണി എന്നാണ് പറയുന്നത്, ചിലർ എന്തോ പറയും എന്തോ. നമ്മൾ ചവിണി, ചക്കക്കുരു, ചക്ക. ഇന്നെന്തിനാണ് ചക്കക്കറി? ചിക്കനും. പക്ഷേ കപ്പയും ചിക്കനും കൂടെയാണ് ചേരുന്നത്. നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനെ കറി വയ്ക്കണം. ഇനിയും ഉണ്ട്, കുറേ ഉണ്ട്. അതെല്ലാം കൂടെ കറി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് നമ്മൾ വൈകിട്ട് നാളെ പുഴുങ്ങി തിന്നും അല്ലേ ഡീമിന്? വറുക്കാൻ കൊള്ളാമോ? കട്ടിയില്ലേ? കുറച്ചപ്പോഴും വറുക്കാം, കുറച്ച് പുഴുങ്ങാം, കുറച്ച് കറി വയ്ക്കാം. എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് നമ്മൾ തീർക്കും. അങ്ങനെ അടുപ്പിൽ വെച്ച് വേവിച്ച ചിക്കൻ കറി ഇതാ റെഡി. സൂപ്പർ, നല്ല മണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് പറയാം. ചക്ക കഴുകി ചക്ക കുക്കറിലാണ് വയ്ക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ പരിഷ്കാരമാണ് കുക്കർ ചക്ക. ചക്ക കഴുകി കുക്കറിൽ ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? മഞ്ഞപ്പൊടി ഒരുമിച്ചങ്ങിടും അല്ലേ? ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് ഒരുമിച്ചങ്ങിടും. ഓക്കെ. അപ്പം ചക്കക്കറിക്ക് വെളുത്തുള്ളി, ജീരകം, കയ്യേ കാണത്തുള്ളൂ, മാറ്റിപ്പൊടി. വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇനി കറിവേപ്പിലയും കൂടെ വെച്ച് നന്നായിട്ട് അരച്ചിട്ട് തേങ്ങ ചക്കയ്ക്ക് കൂടുതൽ വേണം അല്ലേ? കപ്പയ്ക്ക് അരയ്ക്കും പോലെയല്ല, ചക്കയ്ക്ക് കൂടുതൽ വേണം. എന്നിട്ട് അത് ചതച്ചെടുക്കുക. നന്നായിട്ട് ചതച്ചിട്ട് കറിവേപ്പിലയും കൂടെ വെച്ച് അരച്ച് എടുക്കുക. അതാണ് ചക്കയ്ക്കുള്ള അരപ്പ്. കരിവേപ്പിലയൊക്കെ കൂടും. ചക്കയ്ക്ക് ടേസ്റ്റാണ് അല്ലേ? കല്ലൊക്കെ ഇങ്ങനെ കഴുകി ഒഴിച്ച് അതെല്ലാം കൂടെ, ആ കൂട്ടെല്ലാം കൂടെ ഇനി ആ ചക്കയിലോട്ട് ഇടും. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വേവിക്കും. ആ കൂട്ടിന് ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ച് ഗ്യാസിൽ വെച്ച് വേവിക്കും. ഉപ്പ് ഞാൻ എൻ്റെ മേളിലിടും. മതി, കറക്റ്റായിരിക്കും അല്ലേ? കുക്കറടയ്ക്കുന്ന സൗണ്ടൊക്കെ ഭയങ്കരമുണ്ട്. എന്നിട്ട് ഗ്യാസിൽ വെച്ചു. ഇനി അതവിടെ നിന്ന് വേവട്ടെ. ചക്ക സൂപ്പറായിട്ട് വെന്തു. ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഗ്യാസൊക്കെ പോയി, കാറ്റൊക്കെ പോയതിന് ശേഷം തുറന്നു. ചക്ക ഇളക്കുന്നു. വെന്തല്ലേ? നന്നായിട്ട് വെന്തല്ലേ? നല്ല കുഴഞ്ഞ്. പക്ഷേ എനിക്ക് ഈ ചക്ക അരപ്പിടുന്നതിന് മുമ്പ് തേങ്ങയിട്ട് ഇച്ചിരി ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാനായിരുന്നു. മറന്നു. ഓഹോ, കുക്കർ അടുപ്പിൽ നിന്ന് ഇറങ്ങി ഓടുന്നു.
നിന്നെ കൊണ്ടേ പറ്റുള്ളൂ ഇങ്ങനെ ഇളക്കാൻ. ഞാനാണെങ്കിൽ നമ്മളവിടെയൊക്കെ തവിയിട്ട് 2 കിണ്ട്. ഓമനയമ്മ ചക്ക വറുക്കാനുള്ള അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വറുക്കാൻ വേണ്ടി അരിയാണ് ഇനി അടുത്തത്. അത് പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറ്, ചക്കക്കൂട്ടാൻ, പയറ് മെഴുക്കുവരട്ടി, ചിക്കൻ കറി, അച്ചാർ. ചിക്കൻ അവിടെ എടുത്തു. ചക്കയും ചോറും എടുത്ത് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇതോട് കൊടുത്തിരുന്നു. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.